എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്ന വീഡിയോ എൻ്റെ വൈഫിൻ്റെ സിസ്റ്റർ ഇവിടെ UK-യിലുണ്ട്, ചെംസ്ഫോർഡ് എന്ന് പറഞ്ഞ ഏരിയയിൽ. അവരുടെ വീട്ടിൽ ഞങ്ങൾ ഒരു ദിവസം പോയായിരുന്നു. ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിരുന്നു. കാര്യം വൈഫും പിള്ളേരും ഒക്കെ വന്നത് റീസെൻ്റായിട്ടാണ്. സോ അങ്ങനെ ഞങ്ങളൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്തു. ബോൾട്ടൺ ടു ചെംസ്ഫോർഡ് അറൗണ്ട് 4.5 to 5 hours എടുക്കും. ഇത് ആ വീടിൻ്റെ ബാക്ക് യാർഡാണ്. ബാക്ക് യാർഡിൽ തന്നെ നല്ലൊരു ആപ്പിൾ മരം നിൽപ്പുണ്ട്. പിന്നെ കുറച്ച് ഗാർഡനിങ് അവരായിട്ട് ചെയ്തിട്ടുള്ളതുണ്ടായിരുന്നു. കുറേ ഫ്ലവേഴ്സ്, ചീര, അങ്ങനെയുള്ള ഐറ്റംസ്. നമ്മുടെ റോസ് ഫ്ലവർ, ഇവിടുത്തെ റോസ് ഫ്ലവറിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ നല്ല തണ്ടിന് നല്ല കട്ടിയാണ്. പിന്നീട് പലതരത്തിലുള്ള ഫ്ലവേഴ്സ് വെച്ചിട്ടുണ്ട്. എനിക്കിതിൻ്റെ ഒന്നും പേരറിയത്തില്ല, അത് കാരണം ഞാൻ പറയാനും നിൽക്കുന്നില്ല. ഇനിയും കുറച്ചൊക്കെ എന്തൊക്കെയോ മെയിൻ്റനൻസ് ചെയ്യാൻ കിടപ്പുണ്ട്, അത് ഇതുവരെയും ചെയ്തിട്ടില്ല. പിന്നീട് അവിടെ തന്നെ വെൽക്കം എന്ന് പറഞ്ഞൊരു ഒരു സിമ്പലും വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ചീരയാണ്, ഗ്രീൻ സ്പിനാച്ചും പിന്നീട് ഗോങ്കൂറ എന്ന് പറയുന്ന ഒരു പുളിയില പോലത്തെ സെറ്റപ്പാണ്. അത് ആന്ധ്രയിലുള്ളവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതാണ് കറീസിലൊക്കെ. സോ അതിൻ്റെ അടുത്ത് തന്നെ ആയിട്ട് കുറേ അവർ കൃഷി പോലെ ചെയ്തിട്ടുണ്ട്. ലൈക്ക് ടൊമാറ്റോ, ബോട്ടിൽ ഗാർഡ്, അങ്ങനെയുള്ള ഐറ്റംസ്. സോ ടൊമാറ്റോ ഓൾറെഡി സെറ്റായി നിൽക്കുകയാണ്. കുറച്ച് പഴുത്തതും കുറച്ച് പച്ചയായിട്ടുള്ളതുമായിട്ട് അവിടെ നിൽപ്പുണ്ട്. അതെല്ലാം ഒരു നെറ്റ് കൊടുത്തിട്ട് സെഗ്രിഗേറ്റ് ചെയ്തിട്ടുണ്ട്. സോ അത് വളർന്നു വരുന്നതിനായിട്ട് എളുപ്പമായിരിക്കും. നല്ല പഴുത്തൊരു ടൊമാറ്റോ അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ കണ്ടു. അതിനോട് ചേർന്ന് തന്നെയാണ് ബോട്ടിൽ ഗാർഡ് വെച്ചേക്കുന്നത്. ഈ നെറ്റ് കൊടുത്തേക്കുന്നതെന്ന് പറഞ്ഞാൽ ബോട്ടിൽ ഗാർഡ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയാണ്. ബോട്ടിൽ ഗാർഡിൻ്റെ മലയാളം ചൊരക്ക അത് സംഭവം. അത് നല്ല ഒരെണ്ണം നല്ല അത്യാവശ്യം വലുതായിട്ട് വിളവ് എടുക്കാറായിട്ട് നിൽപ്പുണ്ടായിരുന്നു. അതും അതിൻ്റെ കൂടെ ബീൻസും നിൽപ്പുണ്ടായിരുന്നു. ബീൻസ്, ബോട്ടിൽ ഗാർഡ്, ടൊമാറ്റോ, ചീര, അങ്ങനെ കുറച്ച് വീട്ടുവളപ്പിൽ ചെയ്യാൻ പറ്റുന്ന കൃഷികളെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് നല്ലപോലെ കിളിച്ചു വരുന്നുണ്ട്. വേറെയും കുറേ സെറ്റായി വരുന്നുണ്ട്. ഇതാണ് ഓവറോൾ ബാക്ക് യാർഡ്. ഇത് ഒരു ആപ്പിൾ ട്രീ ആണ് അതിനടുത്ത് ഉയർന്നു തന്നിരിക്കുന്നത്. പക്ഷേ ഒരെണ്ണം പറിച്ച് നോക്കി, പക്ഷേ അത് അത്രയും മധുരമില്ല, ചെറിയൊരു പുളി. മേ ബി അത് പഴുത്ത് വരുന്നതേ ഉള്ളായിരിക്കും, അതിൻ്റേതായിരിക്കും. ഉണ്ടോ, ഇതെല്ലാം ഒരു സ്റ്റേജാണ്. അതിനുശേഷം ഞങ്ങൾ നേരെ പോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലെവൻഡർ ഗാർഡൻ ഉണ്ടായിരുന്നു. അവിടേക്ക് ഞാനും വൈഫും പിള്ളേരും ചേച്ചിയും പിള്ളേരും എല്ലാവരും കൂടിയായിട്ട് അങ്ങോട്ട് പോയിരുന്നു. ഇതൊരു വലിയ ലെവൻഡർ ഗാർഡൻ എന്ന് പറയാൻ നമുക്ക് പറ്റില്ല, ഒരു ചെറുത്, അത്യാവശ്യം നല്ല ഇതുണ്ട്. പിന്നെ എൻട്രി ഫീസ് എന്ന് പറഞ്ഞാൽ പെർ അഡൾട്ടിന് അവർ ചാർജ് ചെയ്യുന്നത് £6 വെച്ചാണ്. പിന്നീട് തന്നെ അവരുടെ ഒരു കിച്ചൺ ടൈപ്പ് ഒരു ഷെൽട്ടറും ഉണ്ട്. ആ വൈറ്റ് യാർഡിൽ കാണുന്നത് അവർ തന്നെ ഹോംലി ബേക്ക് ചെയ്യുന്ന സം ഫുഡ്സ് ഉണ്ട്. പിന്നെ മീനൂട്ടിയും ടോണി സാറും അവിടെ കിടന്ന് കുറേ കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഫോട്ടോ സെക്ഷനൊക്കെ പറ്റിയ ഒരു ഏരിയയാണ്. പിന്നെ ഞങ്ങൾ ഒത്തിരി നേരം സ്പെൻഡ് ചെയ്തില്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകേണ്ട ഒരു ആവശ്യവും കൂടി ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കുറച്ച് നേരം എക്സ്പ്ലോർ ചെയ്തു. അറൗണ്ട് 1 hour ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം സ്ലോലി ഇവിടെ തിരിച്ചു വന്നു. പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചു. ചേച്ചി അടിപൊളിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കിയായിരുന്നു. അതെല്ലാം കഴിച്ചതിന് ശേഷം അവിടുന്ന് പിന്നെ പയ്യ ബൈ എല്ലാവരോടും പറയുകയായിരുന്നു. പിന്നീട് എവിടെയെങ്കിലുമൊക്കെ പുതിയൊരു ലൊക്കേഷനൊക്കെ തേടി പോകാമെന്നുള്ള പ്ലാനിൽ. അങ്ങനെ ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, നമസ്കാരം. വീണ്ടും ഒരു വീഡിയോ ആയി.